ഡേ 59ാമത്തെ ദിവസത്തിലെ റിവ്യൂ ആണ്. മോർണിംഗ് ചന്ദനമണി സന്ധ്യകളുടെ എന്ന ഗാനത്തിന് ബിന്നിയും ഹസ്ബൻഡും ഉൾപ്പെടെ എല്ലാവരും കൂടെയുള്ള ഡാൻസായിരുന്നു. പതിവ് പോലെ അനീഷിൻ്റെ സുപ്രഭാതം ബിഗ് ബോസ്, അത് കഴിഞ്ഞിട്ട് സാബുമാനും ബിന്നിയുടെ ഹസ്ബൻഡും കൂടെ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. ഇടയ്ക്ക് നിവിനും ബിന്നിയും കൂടെ കൂടി വന്ന് അവരുടെ മുകളിൽ കയറിയിരിക്കുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ബിന്നിയും ഹസ്ബൻഡും കൂടി ഒന്ന് സംസാരിക്കുകയാണ്. ബിന്നിയോട് ചോദിക്കുന്നത്, നിന്നൊക്കെ കുത്തിത്തിരിപ്പെന്നുള്ള പേര് വീണത് സങ്കടമായോ എന്ന് ചോദിക്കുന്നത്. അന്നേരം പറഞ്ഞ്, അല്ല, ഞാൻ അങ്ങനെ ചെയ്യാതെ തന്നെ എനിക്ക് ആ പേര് വീണപ്പോൾ എനിക്ക് എന്തോ പോലെ, അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ. ഞാൻ ചെല്ലുമ്പോൾ മമ്മിയോടൊക്കെ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പം ബിന്നി കരയുന്നത്. മമ്മിയുടെ കാര്യം പറഞ്ഞ ഉടനെ കരച്ചിലായോ? പറയണ്ടായിരുന്നില്ലേ? മമ്മിയും പപ്പായെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുമെന്ന് പറയണം എന്ന് ബിന്നി പറയുന്ന. ഞാൻ വന്നില്ലേ, പിന്നെ എന്തിനാ കരയുന്നത്, ഇനി നീ കരയാമെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറയുന്ന 3 പേരുടെ ഫാമിലി വരുന്നുണ്ട്. സാബുമാൻ്റെയും അക്ബറിൻ്റെയും ആദിലയുടെയും ഫാമിലി വരുന്നുണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നത്, നൂറ വിഷമിക്കേണ്ട, നൂറയ്ക്കും പ്രിയപ്പെട്ട ഒരാൾ വരുന്നുണ്ടെന്ന് പറയുന്നത്. നൂറ ചോദിക്കുന്നത്, എനിക്ക് പ്രിയപ്പെട്ടതോ, ആരാണ് ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നത്. ബിഗ് ബോസ് അത് പറയുന്നില്ല. ആദ്യം വരുന്നത് അക്ബറിൻ്റെ ഫാമിലിയാണ്. അക്ബറിനെ ആക്ടിവിറ്റി റൂമിലോട്ട് വിടുന്നു. അക്ബറിൻ്റെ ഉമ്മയും വൈഫുമാണ് വന്നത്. എല്ലാവരും വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും കൂടെ ഓടി വന്ന് അവരെ സ്വീകരിക്കുന്നു. അക്ബർ ആക്ടിവിറ്റി റൂമിലിരുന്ന് കരയാണ്. ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു അക്ബറിന്. അക്ബറിൻ്റെ വൈഫ് എല്ലാവരെയും, ഹൗസിലുള്ള എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു. ഉമ്മയും എല്ലാവരുടെ അടുത്തും മക്കളെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അക്ബർ ഇതെല്ലാം ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അക്ബറിന് ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്ക് ജയിച്ചാലേ വീട്ടിലുള്ളവരെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അക്ബർ ടാസ്ക് ആരംഭിച്ച്, ലാലേട്ടൻ്റെ പിക്ചറാണെന്ന് അക്ബറിന് ശരിയാക്കേണ്ടത്. ലാലേട്ടൻ്റെ പിക്ചർ റെഡിയായി കഴിഞ്ഞിട്ട് അക്ബർ അത് വേഗം തന്നെ റെഡിയാക്കി. ലാലേട്ടൻ്റെ പിക്ചർ പെട്ടെന്ന് തന്നെ ഫിനിഷായി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നു. അത് കഴിഞ്ഞിട്ട് അക്ബറിന് വന്ന് ഒരു ടാസ്ക് കൊടുക്കുന്നത്, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ പുറത്ത് ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ്, പിന്നെ ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ് അങ്ങനെ വെക്കണമായിരുന്നു. ആ ടാസ്കും വിജയകരമായി അക്ബർ പൂർത്തിയാക്കി ഉമ്മയെ കാണാനായിട്ട് ഓടി വരികയാണ്. ഉമ്മയും വൈഫും കൂടെ ഓടി വന്ന് അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നു. ഉമ്മയാണ് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന. ഉമ്മ മാറുന്നേ ഇല്ല, അക്ബറിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അക്ബർ രണ്ടുപേരും ചേർത്ത് പിടിക്കുന്നത്. അക്ബറിൻ്റെ ഉമ്മ അക്ബറിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും. പിന്നെ വൈഫുമായിട്ടിരുന്ന് സംസാരിക്കുന്നത്. വൈഫ് പറയുന്നത്, നീ നന്നായിട്ട് കളിക്കണം, എനിക്കറിയാം കളിക്കാൻ പറ്റുമെന്ന്, നല്ല സ്ട്രോങ് പ്ലെയറാണ്, നന്നായിട്ട് കളിക്കണം, ജയിക്കുക എന്നുള്ളതല്ല, ആര് ജയിക്കുന്നു എന്നുള്ളതല്ല, നന്നായിട്ട് കളിക്കണം, കളിച്ച് മുന്നേറണം, എനിക്ക് പറ്റും കളിക്കാനാ എന്ന് പറയുമ്പോൾ അക്ബർ പറയും, നീ ഇവിടെ വന്ന് നിന്ന് നോക്കണം ഒരാഴ്ച, അപ്പം അറിയാം. അന്നേരം പറയാം, എനിക്കറിയാം എല്ലാം, എന്നാലും നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറയുന്നു. അടുത്തത് ആദിലയും നൂറയാണ്. ആദിലെ നൂറ ആക്ടിവിറ്റിയിലോട്ട് വിളിക്കുന്നത്. അവർ രണ്ടുപേരും പ്ലാസ്മ ടിവിയിലോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ദിയാസനയും ജാസ്മിനും, പഴയ ബിഗ് ബോസ് താരമാണ് ജാസ്മിൻ, വരുന്നുണ്ട്. ദിയാസന വരുന്നത് അവർക്കറിയായിരുന്നു, പക്ഷെ നൂറയുടെ പ്രിയപ്പെട്ട ആരോ വരുന്നതെന്ന് പറഞ്ഞില്ല. അത് ആരാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും മുഖത്ത്. അങ്ങനെ ജാസ്മിനാണ് വന്നത്. ജാസ്മിനും ദിയാസനയും ബിഗ് ബോസ് വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവരുടെ ടാസ്ക് തുടങ്ങി. നൂറയുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു ബൗളിനകത്തോട്ട് തീപ്പെട്ടി എടുത്ത് ഇടുക എന്നുള്ളതായിരുന്നു. തട്ടി 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 ഓരോ ബൗളിലായിട്ട് നിറയ്ക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക്. ആദ്യമൊന്നും പറ്റിയില്ല. പിന്നെ ആദ്യം എല്ലാ ബൗളിലും ആ തീപ്പെട്ടി വീഴ്ത്തി. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട്, അക്ബറിൻ്റെ ഫാമിലിക്ക് തിരിച്ചു പോകാനുള്ള സമയമായെന്ന്. അങ്ങനെ ആദിലെ നൂറയും പെട്ടെന്ന് വേഗം അത് തീർത്തിട്ട് ഓടി വരികയാണ് ബിഗ് ബോസ് വീട്ടിലോട്ട്. അപ്പോൾ ദിയാസനെയൊക്കെ കണ്ടിട്ട് അത് നൂറ് പറയുന്നു, നിങ്ങളെ കാണാൻ ഞങ്ങൾ ഇത്രയും വലിയ ടാസ്കൊക്കെ ചെയ്യണമായിരുന്നോ എന്ന് ചോദിച്ചിട്ട് നൂറ് ചിരിക്കുകയാണ്. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് വരുന്നു. അപ്പോഴത്തേക്ക് അക്ബറിൻ്റെ ഉമ്മയൊക്കെ ഇറങ്ങാൻ പോകുന്നു. അക്ബറിൻ്റെ ഉമ്മ വീണ്ടും കെട്ടിപ്പിടിച്ച് കരയാണ്. എന്നിട്ട് എല്ലാവരോടും നിന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അക്ബറിൻ്റെ ഉമ്മയെ വൈഫിനെയും അക്ബർ യാത്രയാക്കുകയാണ്. അക്ബറിൻ്റെ ഉമ്മ പറയുന്നത്, എനിക്ക് കണ്ട് മതിയായില്ല എന്ന് പറയുന്നു. അക്ബർ വീണ്ടും കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് വൈഫ് അക്ബറിനോട് ഐ ലവ് യു പറയുന്നു. ഐ ലവ് യു എന്ന് തിരിച്ച് എല്ലാവരും പറയുന്നു. അങ്ങനെ അക്ബറിൻ്റെ ഉമ്മയും വൈഫും യാത്രയാവുന്നു. അപ്പോൾ ദിയാസന വന്ന് ഊഞ്ഞാലിലിരിക്കയിൽ എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം അക്ബറിനോട് എന്തോ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആര്യനെ നോക്കിയിട്ട് ആര്യൻ ഇട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. ആര്യൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ആര്യൻ തിരിച്ചെന്തോ പറയുന്നുണ്ട്. അത് കേട്ട് നൂറ ഇരുന്ന് ചിരിക്കുന്നു. എന്നെ കാണിക്കുന്ന ആദിലയും ജാസ്മിനും കൂടെ സംസാരിക്കുകയാണ്. ആദിലയോട് ജാസ്മിൻ പറയുന്നു, എനിക്ക് നിങ്ങളുടെ ബോണ്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, എല്ലാം നമുക്ക് നല്ല കെയറിങ്ങും സൗഹൃദവും ഇതൊക്കെയാണ് പ്രേക്ഷകർ കാണേണ്ടത്, നന്നായിട്ടുണ്ട് നിങ്ങളുടെ, ഇങ്ങനെ തന്നെയാണ് പോകേണ്ടതെന്നൊക്കെ ജാസ്മിൻ ഇരുന്ന് പറയുന്നു.
ആര്യനും ജിഷയിലും തമ്മിൽ തെറ്റുന്ന ലക്ഷണമാണ്. വരുന്നവരായിട്ട് കൊട്ടുന്ന ആര്യൻ പറയുന്ന ജിഷയിലിനോട് എനിക്ക് പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, എനിക്ക് തിരിച്ച് കൊട്ടാൻ അറിയാം, അങ്ങനെ ഞാൻ കൊട്ടിയാൽ ഈ ഫാമിലി റൗണ്ട് കുളമാവും, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ജിഷയിലിനോട് പറയുന്നു. അപ്പോഴേക്കും ദിയാസനയ്ക്കും ജാസ്മിനും പോകാൻ ടൈം ആയിട്ടുണ്ട്. അവർ പുറത്തോട്ട് ഇറങ്ങുന്നു. എല്ലാവരും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അവർ പോകാൻ നേരം ദിയാസന അനീഷിനോട് പറയുന്നത്, അനീഷ് എന്നോടൊന്ന് ഐ ലവ് യു പറയുമോ എന്ന് ചോദിക്കുന്നത്. അനീഷ് ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്ന കിച്ചനാണ്. കിച്ചണിൽ അനീഷ് ബിന്നിയോട് തർക്കിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സാധനങ്ങളും ഒളിച്ചു വെച്ച്, പഞ്ചസാര ഒളിച്ചു വെച്ച്, അത് ഒളിച്ചു വെച്ച്, ഇപ്പം നോക്കി എല്ലാം പുറത്ത് വെച്ചേക്കുന്നത് എല്ലാം ഉണ്ട്. ബിന്നി പറയുന്നത്, ഇത് ഫാമിലി റൗണ്ടാണ് ചേട്ടാ, ഇപ്പം തക്കാളിക്കും ഉള്ളിക്കും പഞ്ചസാരയ്ക്കും ഒന്നും ഇവിടെ ചിലവില്ല, അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ആദ്യം വന്നത്. അങ്ങനൊന്നുമല്ല, ബിന്നിയുടെ കഴിവുകേടാണെന്നൊക്കെ പറയുന്നത്. അനീഷ് ബിന്നിയായിട്ട് പൊരിക്കുകയാണ്. ഇടയ്ക്ക് ഷാനവാസ് അവർക്ക് രണ്ടുപേർക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ബിന്നിക്ക് ദേഷ്യം വരുന്നത്, ബിന്നി അനീഷിനെ പറയുന്നതിന് എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ബിന്നിയുടെ ഹസ്ബൻഡ് സോഫയിലിരുന്ന് ചിരിക്കുന്നു. ബിന്നി അനീഷിനോട് പറയുന്നത്, നിങ്ങളുടെ കൂട്ടുകാരനെന്ന് പറയുന്നതും അക്ബറും ഷാനവാസും കൂടെ ചാടി വീണിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അവിടെ തൊടല്ലോ, അങ്ങനെ പറയില്ല എന്ന് ബിന്നി പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു, ഞാൻ വന്ന് നിങ്ങൾക്ക് വഴക്കായോ എന്ന് ചോദിക്കുന്നു. അന്നേരം അങ്ങനൊന്നും ഇല്ലയെന്ന് പറയുന്നു. അനീഷ് വീണ്ടും എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഞാൻ കുറേ നേരമായിട്ട് പറയണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലക്ഷ്മി പറയുന്നത്, പറയണമെങ്കിൽ മാറിയിരുന്ന് ആലോചിക്കണമല്ലോ, ആലോചിച്ചിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ, പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ലക്ഷ്മിയായിട്ട് എന്തോന്ന് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് സാബുമാൻ്റെ ഫാമിലി വരികയാണ്. സാബുമാൻ്റെ ഫാമിലിയെ വരവേൽക്കാനായിട്ട് എല്ലാവരും വെളിയിലിറങ്ങി നിൽക്കുകയാണ്. സാബുമോനെ ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോകാൻ പറഞ്ഞ് ആക്ടിവിറ്റി ഏരിയയിലെ പ്ലാസ്മ ടി വിയിലൂടെ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അച്ഛനും അമ്മയും വരുന്നത്. എന്നിട്ട് സാബുമോന് അവർ അടുത്ത ടാസ്ക് കൊടുക്കുകയാണ്. ആ ടാസ്ക് കഴിഞ്ഞാൽ സാബുമോനും അച്ഛനും അമ്മയും കാണാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവരെ വരവേൽക്കുന്ന ബിഗ് ബോസ്. അവർ രണ്ടുപേരും ബിഗ് ബോസിന് താങ്ക്സ് ഒക്കെ പറയുന്നു. എന്നിട്ട് സാബുമോനെ ഗെയിം തുടങ്ങി. സാബുമോൻ്റെ ആദ്യത്തെ ഗെയിം ജയിച്ച്. ലാലേട്ടൻ്റെ പടം തന്നെയായിരുന്നു സാബുവിന് കൊടുത്തത്. അത് കഴിഞ്ഞ് അടുത്ത ഗെയിം കൊടുത്തത് ഒരു ഗ്ലാസ്സിൽ ഒരു ബോൾ എടുത്ത് എറിയുക എന്നുള്ളതായിരുന്നു. 4-5 ഗ്ലാസ് നിരത്തി വെച്ചിട്ട് ആ ഗ്ലാസ്സിലോട്ട് ഇടണം. ആ ഗെയിമും ജയിച്ച് സാബുമോൻ ഓടി വരികയാണ്. അച്ഛനോട് വിളിച്ച് പറയുന്നത്, ഞാൻ അങ്ങോട്ട് വരാൻ എഴുന്നേറ്റ് വരണ്ടെന്ന് പറയുന്നു. എല്ലാവരോടും സാബുമോൻ്റെ അച്ഛനും അമ്മയും സംസാരിച്ച് പിന്നെ സാബുമോനുമായിട്ട് കുറച്ച് നേരം മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. സാബുമോനോട് മാറിയിരുന്ന് സംസാരിച്ചിട്ട് പറയുന്നു, നന്നായിട്ട് ഗെയിം കളിക്കണം, നല്ലോണം ആക്റ്റീവ് ആവണം, നീ ആക്റ്റീവ് ആവാനുണ്ട്, ഇപ്പോൾ വരെ നല്ലോണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നന്നായിട്ട് ഗെയിം കളിച്ച് ആക്റ്റീവ് ആവണമെന്ന് സാബുമോനോട് പറയുന്നു. സാബുമോൻ എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കാണിക്കുന്നത് ബിന്നി ഹസ്ബൻഡ് ഒരു സോഫയിലിരിക്കുകയാണ്. അവിടെ പോയി നിവിൻ കിടക്കുന്നു. അനുമോൾ വിളിച്ച് പറയുന്നത്, നിനക്ക് നാണമില്ലേ, അവർക്കൊരു ഒന്നും സംസാരിക്കാനുള്ള സമയം കൊടുക്കാതെ, അവർക്കിപ്പോൾ പോകേണ്ടതല്ലേ, നീ അവിടുന്ന് മാറുക, അവരിരുന്ന് സംസാരിക്കട്ടെ, നിനക്കൊരു ഇതുമില്ലേ, എൻ്റെ എങ്ങാനും ഹസ്ബൻഡ് ആയിരിക്കണം വന്നത്, ഞാൻ കാണിച്ചു തന്നേനെ, ഒരൊറ്റ ഒരെണ്ണത്തിന് ഞാൻ അടുപ്പിക്കത്തില്ലായിരുന്നു അനുമോൾ പറയുന്നു. അതിന് നീ കല്യാണം കഴിച്ചു പോകുന്നത് നിവിൻ തിരിച്ച് അനുമോളോട് ചോദിക്കുന്നത്. അനുമോൾ, ഇല്ല ഞാൻ കല്യാണം കഴിച്ചില്ല, ഞാൻ പറയുകയാണെന്ന് പറഞ്ഞ് ചിരിക്കുന്നത്. ബിന്നിക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ നിനക്കെന്താണെന്ന് നിവിൻ ചോദിക്കുന്നത്. ബിന്നി പറഞ്ഞു, ഇല്ല എനിക്ക് കുഴപ്പമുണ്ട്. ബിന്നിയുടെ ഹസ്ബൻഡ് പറയുന്നത്, എനിക്ക് കുഴപ്പമുണ്ടടാ നീ ഇവിടെ ഇരിക്കുന്നില്ലെന്ന്. ചിരിച്ചോണ്ടാണ് ബിന്നിയുടെ ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷേ നിവിൻ പറഞ്ഞു, ഇത്രയും നാണം കെട്ട ഒരു മനുഷ്യൻ വേറെ ഇല്ലെന്ന് പറഞ്ഞിട്ട് നിവിൻ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും സാബുമോൻ്റെ ഫാമിലിയും പോകാൻ സമയമാകുന്നു. എല്ലാവരോടും നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തിട്ട് അവരെയും യാത്രയാക്കുന്നു. സാബുവിനോട് നന്നായിട്ട് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയൊരു ഗ്രൂപ്പ് കണക്ക് എല്ലാവരോടും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇന്നത്തെ പ്രശ്നം ഉണ്ടാക്കിയത് ഷാനവാസാണ്. ഷാനവാസ് പറയുന്നില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അനീഷാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. പിന്നെ ജിഷേലിനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. ആര്യനെ കുറ്റപ്പെടുത്തി ഒന്നിൽ പറയുമ്പോൾ ഷാനവാസ് പറയുന്നത്, അവൻ കൊച്ചു പയ്യനാണ്, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, അത് ശരിയല്ല, അവൻ എത്ര വയസ്സുണ്ട്, അവന് 23 വയസ്സുള്ള ഒരു ചെറിയ പയ്യനാണെന്ന് പറയുന്നത്. അതിലെ നൂറയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നൂറ പറയുന്നത്, എനിക്ക് സന്തോഷമാണ്, സങ്കടമൊന്നുമില്ല, എല്ലാവരും വേറുള്ളവരുടെ ഫാമിലി എല്ലാവരും വന്നല്ലോ, അപ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണെന്ന് പറയുന്നു. ബേബി കരഞ്ഞപ്പോൾ ഉള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്ക് കുഴപ്പമില്ല, എല്ലാവരുടെയും ഫാമിലി വന്നല്ലോ, നമ്മുടെ ഫാമിലി അല്ലെങ്കിലും എല്ലാവരുടെയും ഫാമിലി വന്നല്ലോ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജിഷയിൽ നിൽക്കുന്നിടത്തോട്ട് ആര്യൻ ചെല്ലുവാണ്. ആര്യൻ പറയുന്നത്, എന്താണ് ജിഷയിൽ ഇങ്ങനെ, നീ എന്തിനാണ് ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ ജിഷയിലും ആര്യനും കൂടെ തെറ്റുവാണ്. ജിഷയിൽ ആര്യനോട് ദേഷിച്ചാണ് സംസാരിച്ചത്. ആര്യൻ പിന്നീട് അക്ബറിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് മുതൽ നിൻ്റെ കൂടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുന്നത്. എങ്കിൽ വന്നു കിടന്നോളാൻ പറയുന്നത്. അക്ബറിൻ്റെ റൂമിൽ എല്ലാം ആയിട്ട് പോയി കിടക്കാൻ പോവാണെന്ന് ആര്യൻ തീരുമാനം എടുക്കുന്നു.
പിന്നെ കാണിക്കുന്ന അനിമോൾ എല്ലാവർക്കും മട്ടൻ ബിരിയാണി വിളമ്പി കൊടുക്കുകയാണ്. വിളമ്പുന്നതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് ആദ്യം ഒരു പീസ് എടുത്ത്, അപ്പോൾ എന്തുവാ ചേട്ടാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്ന സമയം കൊണ്ട് തന്നെ ആര്യൻ പോയി ഒരു മട്ടൻ പീസ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അനിമോൾ എന്താണ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ ഷാനവാസ് വീണ്ടും ഒരു പീസ് എടുക്കുന്നു. അനിമോൾക്ക് ദേഷ്യം വന്നിട്ട് അനിമോൾ തവി ആ പാത്രത്തിനകത്തിലിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോയി റൂമിൽ പോകുന്നു. അനിമോളുടെ പുറകെ ആദിലും നൂറയെല്ലാം പോകുന്നുണ്ട്. എന്നിട്ട് കരയുന്നു. ഷാനവാസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അനീഷ് വന്നിട്ട് പറഞ്ഞു, ഷാനവാസാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയത്, നീയാണ് എടുത്തത്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഞാനല്ല എടുത്തത്, ആര്യനാണ് ഫസ്റ്റ് എടുത്തതെന്ന് പറയുന്നത്. ഇല്ല, നീയാണ് എടുത്തത്, നീ കള്ളം പറയാണ്, നീയാണ് എടുത്തതെന്ന് പറയുന്നത്. ഷാനവാസും അക്ബറും എന്തിനാണ് ഷാനവാസ് നീ ഇങ്ങനെ കള്ളം പറയുന്നത്? അപ്പോൾ ഷാനവാസ് പറഞ്ഞു, നീ ഒരു സത്യസന്ധൻ, ഞാനല്ല എടുത്തതെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ദേഷിക്കുന്നത്, നീ തന്നെയാണ് എടുത്തതെന്ന് അനീഷ് വീണ്ടും പറയുന്നത്. എങ്ങനെ നിനക്ക് ഈ ഭക്ഷണം ഇറങ്ങുന്നത് തൊണ്ടേന്ന് എന്ന് പറയുന്നതും ഷാനവാസ് ചോറിട്ടിട്ട് ദേഷിച്ച് എണ്ണീച്ച് പോകുന്നു.